ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. പഴവും അരിപ്പൊടിയും വെച്ചിട്ട് ഇതുപോലൊരു റെസിപ്പി നിങ്ങൾ ഇതിനു മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തത്. നല്ല പഴുത്ത പഴം തന്നെയാണ് നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അതവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ശർക്കര ഉരുക്കിയത് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ അതിനായിട്ട് 3 അച്ച് ശർക്കരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ പാക്ക് വെച്ചിട്ടാണ് ഞാൻ ഉടച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പോളം അരിപ്പൊടിയാണ്. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയുണ്ടല്ലോ, അതാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് പഴവും അരിപ്പൊടിയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പഴത്തിന് നനവ് കൊണ്ട് തന്നെ മാക്സിമം ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ കുഴച്ചെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. അതുപോലെ ഇളം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പം കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് അവിലും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും 1 നുള്ളു തന്നെ നല്ല ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്ക തൊലി കളഞ്ഞിട്ട് കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു സിറപ്പിൻ്റെ വെള്ളം വറ്റി വരുന്നവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇല മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പരത്തിയിട്ടും കൊടുക്കുക. പരത്തുമ്പം ഒരുപാട് തിന്നായിട്ട് പരത്താതിരുന്നാൽ മതി. നമ്മൾ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരേ ലെവലായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കി മാവും കൂടെ എടുത്തിട്ട് ഇതുപോലെ തന്നെ പരത്തി ഈ ഫില്ലിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആവിക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 20 to 25 മിനിറ്റ് വരെ നമുക്ക് ആവിക്ക് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി. പെട്ടെന്ന് റെഡിയായി കിട്ടും. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫില്ലിങ്ങിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ഫില്ലിങ് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. സൈഡൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പറഞ്ഞ പോലെ 20 to 25 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്നാൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സ്വീറ്റും കൂടെ ആയതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. പുതിയ റെസിപ്പീസും വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.